ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം വായിച്ചു. അത് തുടങ്ങുന്നത് അറിവ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടാണ്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും. അറിവിലും ഏറി, നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. അതിലും ഏറി, അതിൻ്റെ അപ്പുറത്തേക്ക് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും. അറിയുന്നവൻ്റെ, അപ്പോൾ അറിയുന്നവൻ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരും അറിയുന്നവരാണ്. തൻ്റെ ഉരുവിലും ശരീരത്തിലും എന്ന് ആണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഉരു എന്ന് പറഞ്ഞാൽ ശരീരം. ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും. അതേപോലെ തന്നെ അതിനോടൊപ്പം പുറത്തും പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു എന്നുള്ളത് വെറും ശരീരം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ജീവനാണ്. ഇവിടെ ജീവനാണ് പ്രശ്നമുള്ളത്. ജീവൻ ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു, ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഈ ദുഃഖത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കേണ്ട കാര്യമല്ല. പലർക്കും അങ്ങനെ ചില തോന്നലുകളുണ്ട്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ലോകത്ത് നമ്മൾ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സങ്കല്പിക്കുന്നു. അതല്ല, അവനവനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആത്മാവ്. അപ്പോൾ അവനവനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ ജീവനാണ്. ഞാൻ വേറെ എന്തോ ആണ് എന്നുള്ള ധാരണയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുരു അതുകൊണ്ട് പറയുന്നു, നീ ശരിക്കും അന്വേഷിക്കേണ്ടത്, അറിയേണ്ടുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള അറിവുകൾ അറിയുന്നതും അതേ സമയത്ത് തന്നെ പുറത്തും പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്ത് ഉജ്ജ്വലിക്കും. കരുവിന്, കരു എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഏതൊരു ചൈതന്യമാണോ അതിനാണ് ഇവിടെ കരു. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിരണം. ഈ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുക എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതെല്ലാം ഇതിലൂടെയാണ് നമ്മൾ സാധാരണ നമ്മുടെ അറിവ് നമ്മൾ സ്വീകരിക്കുന്നതും സ്വാംശീകരിക്കുന്നതും. അപ്പോൾ ഇതിനെ ഉള്ളടക്കാൻ പറയുകയാണ് ഗുരു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് വേണ്ടുന്നത് ശരിക്കുള്ള സത്യത്തെ, അവനവനെക്കുറിച്ചുള്ള അറിവാണ്. പക്ഷേ ബാഹ്യമായിട്ട് ഇന്ദ്രിയങ്ങൾ പോകുന്ന വഴിക്ക് പോയാൽ അത് നടക്കില്ല. അത് ഇന്ദ്രിയങ്ങൾ നമ്മളെ എപ്പോഴും വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് വഴിവിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, പ്രലോഭനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെ ഒക്കെ ഉള്ളടക്കാൻ പറയുന്നു, ഉള്ളിലേക്ക്. അതിനെ നമ്മൾക്ക് ബലം പ്രയോഗിച്ച് അടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളടക്കുക എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണയുണ്ടാകും. ബലം പ്രയോഗിച്ച് അടക്കുക എന്നുള്ളതല്ല, മറിച്ച് അറിവ് ഉപയോഗിച്ച് വിശകലനം ചെയ്ത് അതിനെ അടക്കണം. അപ്പം നമ്മളുടെ കണ്ണ്
പുറത്തേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, പുറത്തുള്ള കാര്യങ്ങളെയാണ് കാണുന്നത്. അത് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പലതിനെയും കാണും. അത് കണ്ടു കഴിഞ്ഞാലോ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മനസ്സിനാണ്. മനസ്സിൻ്റെ പ്രലോഭനങ്ങൾ കൊണ്ടാണത് പുറത്തേക്ക് ഈ ഇന്ദ്രിയങ്ങൾ നോക്കുന്നത്, നമ്മുടെ ആകാംക്ഷ. പക്ഷേ അതിൻ്റെ ദുഃഖമോ കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല എന്ന് ഗുരു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. കണ്ട എൻ പ്രാണൻ വെടിഞ്ഞിടുകിൽ പിന്നെ എന്തിനെല്ലാം. അപ്പോൾ ഈ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിലോ പിന്നെ എന്തിനാ കാണുന്നത്? അതുകൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങളുടെയും ദോഷവശങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എന്തു ചെയ്യണം? അടക്കണം. ഇപ്പം നമ്മൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിവ് ഉപയോഗിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ദേഷ്യത്തിനെ നമ്മൾക്ക് അതിവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾക്ക് അങ്ങനൊരു വിദ്യാഭ്യാസം ഇല്ല. നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചോ നമ്മളുടെ ആന്തരികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചോ അവരാരും പറയുന്നില്ല. അവർ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്, ആ അറിവാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ ആ അറിവ് കൊണ്ട് അവന് വേണ്ടുന്നതായിട്ടുള്ള സുഖത്തെ, ശാന്തിയെ പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് പോരായ്മ. ഇപ്പം നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമ്മൾക്ക് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ആത്മീയതയുടെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിയിടണം. അപ്പം നീ എന്തു ചെയ്യണം? ഈ ശിഷ്യൻ ഇങ്ങനെയുള്ളൊരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഇന്ദ്രിയങ്ങളെ അടക്കി അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. വീണ് വണങ്ങി ഓതുക വെച്ചിട്ടുണ്ടെങ്കിൽ വീണ് നമ്മൾ അത്രയും ലാളിത്യത്തോടു കൂടി എളിമയോടുകൂടി ആ ഗുരുവിനെ നമ്മൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ആദ്യത്തെ പദ്യത്തിലൂടെ ഗുരു നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. ഏവർക്കും നമസ്കാരം.